ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അലേർട്ട് കാണിക്കണം. അപ്പോൾ അവിടെ ഏതെങ്കിലും ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻസും സ്കോർ ബോർഡൊക്കെ റീസെറ്റ് ആയി ആദ്യം മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ കാണിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാക്കേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലട്ടർ പാക്കേജസ് നമുക്ക് ഓപ്പൺ സോഴ്സിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡാറ്റ് പാക്കേജസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് പാക്കേജ് ആണോ വേണ്ടത് സെർച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ അലേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫ്ലട്ടർ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്കേജ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ല എക്സാമ്പിൾ അടക്കം കാണിക്കും. ആക്ച്വലി നമുക്ക് ഇതേ ഒരു സംഭവം തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇതേ ഒരു അലേർട്ട് തന്നെയാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചൊക്കെ ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതേ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ തൽക്കാലം ഈ ഒരു ഫ്ലട്ടർ വിഡ്ജറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലട്ടറിന്റെ ആ ഒരു ടെർമിനലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഫ്ലട്ടറിന്റെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലട്ടർ പാക്കേജ് ഇരുന്ന് ഇൻസ്റ്റാൾ ചെയ്ത അപ്പോൾ തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസീസും ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു pubspec.yaml ഫയലിൽ ഓൾറെഡി ആ ഒരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാക്കേജിന് നമ്മുടെ main.dat ഫയലിലോട്ട് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ main.dat ഫയലിന്റെ ഉള്ളിലോട്ട് നമുക്ക് ആ ഒരു പാക്കേജിനെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പാക്കേജിന്റെ ആ ഒരു ഡാറ്റ് ഫയലിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മെത്തേഡിന് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആണ് നമുക്ക് ആ ഒരു അലേർട്ട് കിട്ടേണ്ടത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അലേർട്ട് കിട്ടണം. അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ അതിനായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതൊരു ബൂളിയൻ ഇപ്പൊ ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്നൊരു ഒരു ബൂളിയൻ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ ഒരു നെയിം കൊടുക്കുവാണ്, ഈസ് ഫിനിഷ്ഡ്, അതായത് കഴിഞ്ഞെങ്കിൽ എന്നൊരു നെയിം കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രേസസ് ഓപ്പൺ ചെയ്തു, നമ്മൾ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, നമ്മുടെ മെത്തേഡാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഉറപ്പായിട്ടും ഇതിന് റിട്ടേൺ വാല്യൂ ഉണ്ട്. അതിന് മുന്നായിട്ട് നമ്മളൊരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുവാണ്. ഓക്കെ, ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഈഫ് ഞാനിവിടെ എടുക്കുവാണ്. ഈഫ് അതിനുശേഷം നമ്മുടെ ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ ഈഫ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ, അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ആദ്യം ഞാൻ ടൈപ്പ് ചെയ്യാം. ഈഫ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ടോട്ടൽ നമ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ലെങ്ത്, അതായത് നമ്മൾ മോള് ചെയ്ത അതേ സംഭവം തന്നെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറും നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ലെങ്ത്തും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. നമുക്ക് റിട്ടേൺ വാല്യൂ കൊടുക്കാം. ഒരു റിട്ടേൺ വാല്യൂ ട്രൂ എന്ന ഒരു റിട്ടേൺ വരുന്ന രീതിയിൽ നമുക്കൊരു റിട്ടേൺ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു എൽസ് കൊടുക്കാം. എൽസ് നമുക്കൊരു റിട്ടേൺ വാല്യൂ കൊടുക്കാം. ആ ഒരു റിട്ടേൺ വാല്യൂ നമുക്ക് ഫോൾസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫോൾസ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് ഫിനിഷ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല എന്ന് അറിയാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ലെങ്ത്തുമായിട്ട് ഈക്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ ഒരു വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞ റിട്ടേൺ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റീസെറ്റ് ചെയ്യാൻ, നമ്മുടെ ക്വസ്റ്റ്യൻ റീസെറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു വോയിഡ് വെച്ചിട്ട് കൊടുക്കുവാണ്. നമുക്ക് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാനതിന്റെ പേര് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ റീസെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഫസ്റ്റ് തൊട്ട് തുടങ്ങണം. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം 0 ആയി മാറണം ഫസ്റ്റ് തൊട്ട് തുടങ്ങാനായിട്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു 0, അതായത് ഈ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 0 ആവണം. അത്രയും മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ main.dat ഫയലിലോട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം.
ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് വരാം. നമ്മൾ ഒരു ഈഫ് എൽസ് ഒക്കെ കൊടുത്ത കണ്ടീഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഇവിടേക്ക് വരാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു കണ്ടീഷൻ കൊടുക്കുവാണ്. ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് മറ്റേതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് നമ്മുടെ ക്വിസ് ബാങ്ക് ഡോട്ട് ഈസ് ഫിനിഷ്ഡ്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഈസ് ഫിനിഷ്ഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറും നമ്മുടെ ക്വസ്റ്റ്യൻ ലെങ്ത് ഈക്വൽ, അതായത് അവസാനത്തെ ക്വസ്റ്റ്യൻ എത്തുവാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം അവസാനത്തെ ക്വസ്റ്റ്യനിൽ ആണ് എന്ന് ഉണ്ട് എങ്കിൽ, ഈസ് ഫിനിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക അലേർട്ട് കാണിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം റീസെറ്റ് ആവണം, ഓൾസോ നമ്മുടെ സ്കോർ ബോർഡും റീസെറ്റ് ആവണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു വിഡ്ജറ്റിനെ നമുക്ക് കോൾ ചെയ്യാം. നമ്മളിപ്പം ഈ ഒരു വിഡ്ജറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മുടെ ആ ഒരു റീഡ്മി ഫയലിലുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു വിഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അലേർട്ട് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു വിഡ്ജറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെയും കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കുന്നു. ആ ഒരു ടൈറ്റിൽ നമ്മൾ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. യു ആർ completed the quiz successfully എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം ഈ ഒരു വിഡ്ജറ്റിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഡോട്ട് ഷോ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ട് സെമിക്കോളൻ വിട്ടിട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അലേർട്ട് ബോക്സ് കിട്ടുകയും ചെയ്യും. ആ ഒരു അലേർട്ട് ബോക്സ് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈഫ് മാത്രമേ കൊടുത്തു. ഇനി എൽസ് ആണെന്നുണ്ടെങ്കിലോ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതേപോലെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം റീസെറ്റ് ആവണം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ഒരു മെത്തേഡിനെയും കൂടി നമുക്ക് കോൾ ചെയ്യാം. അതായത് നമ്മുടെ കണ്ടോ ഇവിടെ നമുക്ക് കാണിക്കാം. ക്വസ്റ്റ്യൻ ബാങ്കിൽ റീസെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 0 ആവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് തൊട്ട് തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇവിടേക്ക് കോൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഡോട്ട് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്കോർ ബോർഡും റീസെറ്റ് ആവണം. ഇപ്പോൾ സ്കോർ ബോർഡ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു സ്കോർ ബോർഡിലായിരിക്കും, അതും നമുക്കൊന്ന് റീസെറ്റ് ആവണം. അപ്പോൾ നമുക്ക് സ്കോർ കീപ്പർ വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ സ്കോർ കീപ്പറും ഒരു എം ടി ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, സ്കോർ കീപ്പറിനെ നമ്മൾ എം ടി ആക്കി. അപ്പോൾ അതായത് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു എൽസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഒരു എൽസ് കണ്ടീഷനും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എൽസ് കൊടുക്കുന്നു. എൽസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി എൽസിന്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇപ്പം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനുശേഷം നമ്മൾ ആ ഒരു ഈ ഒരു കണ്ടീഷൻ മൊത്തത്തിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് കണ്ടീഷനും നമ്മൾ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യണം. ഓൾസോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാനുള്ള ആ ഒരു സംഭവം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എൽസിന്റെ ഉള്ളിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ക്വിസ് ബാങ്ക് ഈസ് ഫിനിഷ്ഡ്, അതായത് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ കൊടുക്കാനായിട്ടുണ്ട്. അതായത് ഇത് ട്രൂ, ഇപ്പൊ നമ്മളൊരു റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നാണല്ലേ. അപ്പോൾ ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നമ്മൾ ഒരു ബൂളിയൻ ടൈപ്പിലാണ് സേവ് ചെയ്തിട്ടുമുള്ളത്. അപ്പം ഇവിടെ നമ്മളൊരു ഇൻപുട്ടും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ, അതായത് ഇഫ് നമ്മുടെ ക്വിസ് ബാങ്ക് ഈസ് ഫിനിഷ്ഡ് വിച്ച് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ഇതിപ്പം ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ,
ഇഫ് ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം അല്ലെ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എൻഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നടക്കണം. ഇനി ഇത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ എൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഈ ഒരു കണ്ടീഷനും കൂടി നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ബിക്കോസ് എങ്കിൽ മാത്രമേ ഈ ഒരു രണ്ട് സൈഡിൽ ഈക്വൽ ആവത്തുള്ളൂ. ഈസ് ഫിനിഷ്ഡ് എന്നുള്ള സംഭവത്തിന്റെ റിട്ടേൺ വാല്യൂ ട്രൂ ആണ്. സോ എങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ ഇവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ ഒരു ട്രൂ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ആ ഒരു കാര്യം വരുന്നില്ല. അപ്പൊ നമുക്ക് എന്തോ ഒരു എറോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്വിസ് ബാങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ മുകളിൽ കൊടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മളിവിടെ -1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു -1 കൂടി കൊടുക്കാനായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ മുകളിലും അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഞാൻ -1 എന്നും കൊടുക്കുവാണ്. ബിക്കോസ് നമ്മുടെ 0 നിന്നാണല്ലോ തുടങ്ങുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് -1 കൂടി ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, കണ്ടില്ലേ നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. യു ആർ കംപ്ലീറ്റഡ് ദ ക്വിസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ക്യാൻസൽ ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വീണ്ടും ഫസ്റ്റ് തൊട്ട് റൺ ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ പോയി നോക്കാം. കണ്ടോ, നമ്മുടെ ക്വിസ് ഫിനിഷ്ഡ്, അതേപോലെ തന്നെ യു ആർ കംപ്ലീറ്റഡ് ദ ക്വിസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ക്യാൻസൽ ബട്ടൺ നിൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു അലേർട്ടും കാര്യങ്ങളും കൊടുക്കുന്നത്. കണ്ടില്ലേ, പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ -1 കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോട്ടൽ ലെങ്ത് -1 ആയിരുന്നു നമ്മൾ മുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഫസ്റ്റ് റീസെറ്റ് ആവുന്നതാണ്. സോ എങ്ങനെയാണ്, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ, ഒരു ക്വിസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത മൊഡ്യൂളിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വരാം. സോ അതുവരേക്കും ബൈ.